ഗൾഫ് മേഖലയിലും മിഡിൽ ഈസ്റ്റിലും വളരെ വലിയ യുദ്ധനീക്കങ്ങളും രാഷ്ട്രീയ മാറ്റങ്ങളുമാണ് ഇപ്പോൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇറാനെതിരെ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം തകർക്കാൻ ട്രംപ് നടത്തുന്ന നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട എണ്ണക്കടത്ത് പ്രശ്നങ്ങളുമാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിക്കാൻ യുടെ അടുത്തുള്ള അബു മൂസ ദ്വീപ് സ്വന്തമാക്കാനാണ് അമേരിക്ക ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അബു മൂസ, വലിയ ദുംബ്, ചെറിയ ദുംബ് എന്നീ ദ്വീപുകൾ യുഎയും ഇറാനും തമ്മിൽ തർക്കമുള്ള സ്ഥലങ്ങളാണ്. ഗൾഫിലെ ഈ ദ്വീപുകൾ പിടിച്ചെടുക്കുന്നതിലൂടെ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാം എന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ഇതിന് പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. ഇറാൻ ഇപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ കപ്പൽ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ യുഎഇ വലിയ ചരക്ക് കപ്പലുകൾ വാടകയ്ക്കെടുത്തിട്ട് വളരെ രഹസ്യമായിട്ട് എണ്ണ കടത്താൻ ശ്രമിച്ചിരുന്നു. ഓരോ കപ്പലിലും 2 മില്യൺ ബാരൽ എണ്ണ വീതം കയറ്റി ട്രാക്കിംഗ് ഡിവൈസുകൾ ഓഫ് ചെയ്ത് ഒന്നിനു പുറകെ ഒന്നായി കൊണ്ടുപോകാനായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറയുന്നത്. കടലിൽ വെച്ച് ഒരു കപ്പലിൽ നിന്ന് മറ്റൊരു കപ്പലിലേക്ക് എണ്ണ മാറ്റുക, അല്ലെങ്കിൽ അബുദാബിയിൽ നിന്ന് ഫുജൈറയിലേക്ക് പോയി അവിടെ വെച്ച് മൂന്നാമതൊരു കപ്പലിലേക്ക് മാറ്റുക എന്നതായിരുന്നു ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. പക്ഷേ ഈ പ്ലാന് പൂർണ്ണമായിട്ടും പൊളിഞ്ഞു എന്നുള്ളതാണ്. ഇറാനികൾ ഈ കപ്പലുകൾ കണ്ടുപിടിക്കുകയും 3 കപ്പലുകൾ ആക്രമിച്ച് കത്തിക്കുകയും ചെയ്തു. ഇതോടെ കപ്പലുകളിലെ ജീവനക്കാർക്ക് വലിയ പേടിയായി. ഇനി ഈ കള്ളക്കളിക്ക് തങ്ങളില്ല എന്ന് അവരെ തീർത്തു പറഞ്ഞു. അമേരിക്കയുടെ സംരക്ഷണമുള്ള ഷിപ്പിംഗ് കോറിഡോറിലൂടെ പോകാൻ ഇപ്പോൾ കപ്പലുകൾക്ക് പേടിയാണ്. കാരണം ഇറാന്റെ വഴിയേക്കാൾ അപകടമാണ് അമേരിക്കൻ വഴി എന്നാണ് കപ്പലോട്ടക്കാര് പറയുന്നത്. ഇതിനിടയിൽ 3 ആഴ്ചത്തെ വെടിനിർത്തൽ സമയം കിട്ടിയപ്പോൾ ഇറാൻ വലിയ മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞു. 50 മില്യൺ ബാരൽ എണ്ണയാണ് അവർ ഈ ചെറിയ സമയത്ത് വിറ്റത്. കടലിൽ കിടക്കുന്ന കപ്പലുകളിലെ ഫ്ലോട്ടിംഗ് സ്റ്റോറേജുകൾ മുഴുവൻ അവർ എണ്ണ നിറച്ചു. ധാരാളം കാലിയായിട്ടുള്ള കപ്പലുകൾ കൊണ്ടുവന്ന് കരയിലുള്ള സ്റ്റോറേജുകളിലെ എണ്ണ മുഴുവൻ അതിലേക്ക് മാറ്റി. ഇനി ഉപരോധം വന്നാലോ 4 5 മാസം യാതൊരു പ്രശ്നവുമില്ലാതെ പിടിച്ചു നിൽക്കാനുള്ള വക ഇറാൻ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലോകത്ത് വരാൻ പോകുന്ന എണ്ണ പ്രതിസന്ധിയും അതിൽ ചൈനയുടെയും റഷ്യയുടെയും ഇന്ത്യയുടെയും റോളുമാണ്. ഈ വിഷയത്തിൽ ട്രംപ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. കാര്യങ്ങൾ ഇങ്ങനെ മരവിപ്പിച്ച് നിർത്താൻ ട്രംപിന് താല്പര്യമില്ല. ചൈനയുടെ കയ്യിലെ ഒരു കളിപ്പാവയായിട്ട് മാറാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. കാരണം ചൈന വിചാരിച്ചാൽ ഏത് നിമിഷവും എണ്ണ ഇറക്കുമതി കൂട്ടി ട്രംപിന് വലിയ പണി കൊടുക്കാൻ പറ്റും. ചൈന തങ്ങളുടെ എണ്ണ ഇറക്കുമതി വെട്ടിക്കുറച്ചത് മാറ്റി വീണ്ടും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയേക്കാം എന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചൈന പഴയതുപോലെ 11 12 മില്യൺ ബാരൽ എണ്ണ വീണ്ടും ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയാൽ അത് അമേരിക്കയെ വളരെ മോശമായിട്ട് ബാധിക്കും. ലോകത്ത് ഇപ്പോൾ തന്നെ പെട്രോൾ ഡീസൽ ക്ഷാമമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഡീസൽ സപ്ലൈ ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായിട്ടുള്ള റഷ്യ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണ്. ഉക്രൈൻ റഷ്യയുടെ റിഫൈനറികൾ ആക്രമിച്ചതുകൊണ്ട് റഷ്യ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇന്ധനം വാങ്ങാൻ നോക്കുന്നത്. ഇന്ത്യ ആണെങ്കിൽ റഷ്യയിൽ നിന്നും, സൗദിയിൽ നിന്നും, ഗൾഫിൽ നിന്നും, ഇറാനിൽ നിന്നും ഒക്കെ ക്രൂഡ് ഓയിൽ വാങ്ങി റിഫൈൻ ചെയ്ത് വിൽക്കുന്ന ആളുകളാണ്. ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള റിഫൈനിങ് കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ ഇന്ത്യ റഷ്യയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യാൻ മാത്രം സ്റ്റോക്ക് ഇല്ല എന്നാണ്. അത്രത്തോളം ടൈറ്റ് ആണ് ലോകത്തെ എണ്ണ മാർക്കറ്റ് എന്ന് പറയുന്നത്. കുറച്ച് എണ്ണ വേണമെങ്കിൽ തരാം, പക്ഷേ വലിയ തോതിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഇതിനൊപ്പം ഉക്രൈൻ അസോവ് കടലും റോസ്റ്റോവ് പോർട്ടും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ലോകത്തെ മൊത്തം ധാന്യങ്ങളുടെ 1/5 വരുന്നത് ബ്ലാക്ക് സീ വഴിയാണ്. ലോകത്തെ ഊർജത്തിന്റെ 1/5 ഹോർമുസ് വഴി വരുന്നത് പോലെ തന്നെ പ്രധാനമാണിത്. അതുകൊണ്ട് ഈ വിഷയം ലോകത്താകെ വലിയൊരു സപ്ലൈ ചെയിൻ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞു. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമേരിക്കൻ സൈന്യം നേരിട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന അറ്റാക്കിംഗ് പ്ലാനുകളാണ്. ഇറാനുമായിട്ട് വിലപേശാൻ വേണ്ടി പെട്ടെന്നൊരു ഓപ്പറേഷൻ നടത്തി എന്തെങ്കിലും പിടിച്ചെടുക്കാനാണ് ട്രംപ് നോക്കുന്നത്. ദ്വീപ് പിടിച്ചെടുക്കാമെന്ന് അമേരിക്ക ആദ്യം ചിന്തിച്ചിരുന്നു. പക്ഷെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു നടക്കാത്ത സ്വപ്നം മാത്രമാണ്. അത് പിടിച്ചെടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ നശിപ്പിക്കാം, അത്രമാത്രം. ലാരക്, ഹോർമുസ്, ഹെഷ്മ പോലെയുള്ള ദ്വീപുകൾ വളരെ വലുതാണ്. അതുകൊണ്ട് അവിടെ റിസ്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് അബു മൂസ, വലിയ ദും, ചെറിയ ദും എന്നീ ദ്വീപുകളിലേക്ക് അമേരിക്ക തിരിഞ്ഞത്. വലിയ ദുംബ്, ചെറിയ ദുംബ് എന്നീ ദ്വീപുകളിൽ അമേരിക്ക ഇതിനകം തന്നെ ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഏറ്റവും ദുർബലമായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അബു മൂസയാണ്. യുഎയിൽ നിന്ന് 60 കിലോമീറ്ററും ഇറാനിൽ നിന്ന് 70 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഈ ദ്വീപിൽ ഒരുപാട് കിടങ്ങുകളും കോട്ടകളും ഒക്കെയുണ്ട്. ഡ്രോൺ അറ്റാക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്കൻ പട്ടാളക്കാർക്ക് ഈ കിടങ്ങുകൾ ഉപയോഗിക്കാൻ പറ്റും. കുറച്ചു കാലത്തേക്കെങ്കിലും ഈ ദ്വീപ് അമേരിക്കയുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാം. ഇറാനിലെ പവർ സ്റ്റേഷനുകൾ, പാലങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്
അമേരിക്കയ്ക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപിന് അറിയാം. ഇത്തരം അമിതമായിട്ടുള്ള ആക്രമണങ്ങൾ ഒഴിവാക്കാനാണ് അതിനു പകരം അബു മൂസ ദ്വീപ് പിടിച്ചെടുക്കാൻ അവർ നോക്കുന്നത്. എന്നിട്ട് ഇറാനുമായിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാം എന്നാണ് അമേരിക്കയുടെ പ്ലാൻ. ഹോർമുസ് കടലിടുക്ക് തുറന്നു തന്നാൽ ഈ ദ്വീപ് ഇറാന്റെ സ്വന്തമാണ് എന്ന് ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞ് ഒരു വിലപേശൽ നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് വലിയ റിസ്ക് ഉള്ള പരിപാടിയാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇതൊന്നും സമ്മതിച്ചു തരില്ല. അവർ ഈ ദ്വീപിലുള്ള അമേരിക്കൻ പട്ടാളക്കാരുടെ നേരെ ദിവസവും വലിയ രീതിയിൽ ഡ്രോൺ അറ്റാക്ക് നടത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. അമേരിക്കൻ പട്ടാളക്കാര് മരിച്ചു വീഴുന്നത് ട്രംപിന് വലിയ തലവേദനയാകും. ട്രംപിന് അബു മൂസ ദ്വീപ് പിടിക്കണമെങ്കിൽ വലിയ തോതിലുള്ള എയർ സ്ട്രൈക്ക് വേണ്ടിവരും. ഇറാന്റെ ഉള്ളിലും തീരപ്രദേശങ്ങളിലും വലിയ ബോംബിംഗ് നടത്തേണ്ടി വരും. നദാൻസിനടുത്തുള്ള ജബൽ അൽ ഫക്സ് എന്ന സ്ഥലം ആക്രമിക്കണം എന്ന് വരെ അമേരിക്ക പറയുന്നുണ്ട്. അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ 8 GBU-57 ബോംബുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഫോർദോയിലും നദാൻസിലുമായിട്ട് അവർ 12 ബോംബുകൾ ഇതിനകം ഇട്ട് കഴിഞ്ഞു. ബാക്കിയുള്ള 8 ബോംബുകൾ ജബൽ അൽ ഫക്സിൽ ഇടുന്നത് വലിയൊരു നഷ്ടമായിരിക്കും. കാരണം ആ സ്ഥലം വളരെ ആഴത്തിലാണ്. അവിടെ വലിയ ഭൂഗർഭ അറകളും ടണലുകളും പണിയുന്നുണ്ട്. അവിടെ സെൻട്രിഫ്യൂജുകളാണോ അതോ യുറേനിയം ആണോ ഉള്ളത് എന്ന് പോലും ആർക്കും അറിയില്ല. GBU-57 ബോംബ് ഇട്ടാൽ അത് തകരില്ല. അതിന് B-2 ബോംബർ വിമാനങ്ങൾ തന്നെ വേണം. യുദ്ധസമയത്ത് B-2 വിമാനങ്ങൾ ഉപയോഗിക്കുന്നത് വലിയ റിസ്ക് ആണ്. ആ സ്ഥലം തകർക്കണമെങ്കിൽ ഒരു ടാക്ടിക്കൽ ന്യൂക്ലിയർ ബോംബ് തന്നെയോ അല്ലെങ്കിൽ ന്യൂക്ലിയർ മിസൈലോ വേണ്ടിവരും. പുറത്തുള്ള ജനറേറ്ററുകളും ലോഡറുകളും ഒക്കെ തകർക്കാൻ പറ്റുമെന്നല്ലാതെ ആ പ്രൊജക്ട് പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ ട്രംപിന് കഴിയില്ല. ഡ്രോണുകളെ നേരിടാൻ US ആംഫിബിയസ് അസോൾട്ട് ഷിപ്പായിട്ടുള്ള USS ബോക്സർ സൈന്യവുമായിട്ട് ഈ മേഖലയിലേക്ക് വരുന്നുണ്ട്. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് ലാഭമുണ്ടാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതാണ്. അമേരിക്കയുടെ വാർ സെക്രട്ടറി ആയിട്ടുള്ള പീറ്റ് ഹെഗ്സെത്തിന്റെ കാര്യത്തിൽ ട്രംപ് ഇപ്പോൾ വലിയ നിരാശയിലാണ് ഉള്ളത്. ഇറാനുമേൽ നടത്താൻ പ്ലാൻ ചെയ്ത എപ്പിക് ആങ്കർ എന്ന ഒരു ഓപ്പറേഷൻ വലിയ പരാജയമായിരുന്നു. ജോയിന്റ് ഓപ്പറേഷൻസ് ചീഫായിട്ടുള്ള വ്യക്തി ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇസ്രായേലുകാര് അമേരിക്കയെ കുഴപ്പത്തിൽ ചാടിക്കുകയാണ് എന്നും ഓരോ അറ്റാക്കിന് ശേഷവും ഇനി എന്ത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനൊപ്പം പെന്റഗൺ ഇപ്പോൾ ക്യൂബയുമായി ബന്ധപ്പെട്ട ചില മിലിറ്ററി സിമുലേഷനുകൾ നടത്തുകയും 101ാമത്തെ എയർബോൺ ഡിവിഷനെ ക്യൂബയിലേക്ക് അയക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും CBS റിപ്പോർട്ട് ചെയ്തിരുന്നു. പീറ്റ് ഹെഗ്സെത് കാരണം ചെങ്കടലിൽ അമേരിക്കക്ക് വലിയ നാണക്കേടുണ്ടായി. ഹൂത്തികൾ ബാബൽ മന്ദേബ് കടലിടുക്ക് അടച്ച സമയത്ത് സിഗ്നൽ ആപ്പ് വഴി വിവരങ്ങൾ ചോർന്നു പോയത് വലിയ പരാജയമായി. ഇപ്പോൾ നെതന്യാഹു പറയുന്നതിനൊക്കെ പീറ്റ് ഹെഗ്സെത് സപ്പോർട്ട് ചെയ്യുകയാണ്. അത് ട്രംപിനെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഊരിപ്പോരാൻ ട്രംപ് ഒരു പുതിയ പ്ലാന് ഉണ്ടാക്കിയാണ്. മേഖലയിലെ രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുക, സൗദിയെ കൊണ്ട് യമനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുക, അബു മൂസ ദ്വീപിന്റെ കാര്യത്തിൽ UAE കൂട്ടുപിടിക്കുക എന്നിവയാണ് ട്രംപിന്റെ പ്ലാനുകൾ. ഇതിന്റെ ഭാഗമായിട്ട് ഇറാഖ് ഇപ്പോൾ ലെബനാനിലെ ഹിസ്ബുള്ളയെ തീവ്രവാദ സംഘടനയായിട്ട് പ്രഖ്യാപിക്കുകയും അവർക്ക് ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഹിസ്ബുള്ളക്ക് പണം കിട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രധാന വഴിയാണ് ഇതോടെ അടഞ്ഞിട്ടുള്ളത്. അഹമ്മദ് അൽ ഷറ എന്നറിയപ്പെടുന്ന ജോലാനി ഇപ്പോൾ ലബനാനിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ട്രംപിന്റെ ഗ്രീൻ സിഗ്നൽ കിട്ടിയാലേ അവർ അറ്റാക്ക് തുടങ്ങും. അഹമ്മദ് അൽ ഷറ ലബനാനിലേക്ക് കയറുന്നതിന് പകരമായിട്ട് തെക്കൻ സിറിയയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്നാണ് അമേരിക്കൻ പ്ലാൻ. പക്ഷേ നെതന്യാഹുവിന് ഇതിനോട് താല്പര്യമില്ല. ട്രംപ് അബുമൂസ ദ്വീപിൽ കയറിയാൽ ഇറാൻ വെറുതെ ഇരിക്കില്ല. സൗദി, UAE, ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഇറാൻ ആക്രമിക്കും. ഇതിനിടയിൽ ഗൾഫ് മേഖലയിലാകെ ആക്രമണം നടത്താൻ ശേഷിയുള്ള ഇറാഖിലെ ഗ്രേവ് സോൺ മിലീഷ്യകൾ ഇതിനകം തന്നെ UAE-യിലെ ബറാക്ക ആണവ നിലയം ആക്രമിച്ചിട്ടുണ്ട്. ഈ സംഘർഷം വലുതായി കഴിഞ്ഞാൽ ലോകത്ത് എണ്ണ വിതരണം പൂർണ്ണമായിട്ട് നിലക്കും. പിന്നെ വാൾസ്ട്രീറ്റിന് പോലും എണ്ണവില നിയന്ത്രിക്കാൻ കഴിയില്ല. വില 100ഉം 120ഉം കടന്ന് 170 മുതൽ $200 വരെ എത്തും. തകർന്ന എണ്ണപ്പാടങ്ങൾ ശരിയാക്കാൻ വർഷങ്ങളും കോടിക്കണക്കിന് ഡോളറുകളും വേണ്ടിവരും. റഷ്യക്ക് ഉപരോധം ഉള്ളതുകൊണ്ട് വേറെ ഓപ്ഷനുകൾ ഇല്ല. ഈ സമയത്ത് ചൈന അവർക്ക് ആവശ്യമുള്ള എണ്ണ വാങ്ങി സ്റ്റോക്ക് ചെയ്യാൻ നോക്കും. ഇത് അമേരിക്കയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കും. ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കൂട്ടും. അമേരിക്ക വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകും. ഇതോടെ മിഡ് ടൈം ഇലക്ഷനിൽ ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും തോൽക്കും. ട്രംപിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ദുരന്തമായിരിക്കും. ഇറാന്റെ കാര്യത്തിൽ അവിടുത്തെ നേതാക്കളായിട്ടുള്ള അബ്ബാസ് അറാക്ചി, മസൂദ് പെസഷ്കിയാൻ, മുഹമ്മദ് ബാഹർ ഖാലിബാഫ് എന്നിവരെയൊന്നും റവല്യൂഷണറി ഗാർഡ്സ് ഇപ്പോൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് ഈ ചർച്ചകളൊക്കെ മടുത്തു. ഇറാന്റെ അറ്റാക്ക് വന്നാൽ UAE-യിലെ AI ഡാറ്റാ സെന്ററുകളും തകരും. തഹ്നൂൻ ബിൻ സായിദിന്റെ G42 കമ്പനിക്ക് NVIDIA ചിപ്പുകൾ ലഭിക്കാൻ അമേരിക്ക നിയന്ത്രണങ്ങൾ ഒഴിവാക്കി അനുമതി നൽകിയാലും യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ ഡാറ്റാ സെന്ററുകൾക്ക് വലിയ നാശം സംഭവിക്കും. ഇപ്പോൾ തന്നെ 2 ഡാറ്റാ സെന്ററുകൾ ആക്രമിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തെ കാര്യം, ഇസ്രായേൽ അവരുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ നീക്കങ്ങളാണ്.
ഇറാന്റെ മിസൈലുകളിൽ നിന്നുള്ള ഭയം കാരണം റാഫേൽ കമ്പനി ഇന്ത്യയിൽ ടാമർ മിസൈലുകളുടെ പുതിയൊരു ലോക്കൽ പ്രൊഡക്ഷൻ ലൈന് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഡ്വാൻസ്ഡ് ലെവൽ ചർച്ചകൾ നടത്തുകയാണ്. അയൺ ഡോം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ടാമർ എന്ന് പറയുന്നത്. NDTV ഇന്ത്യയുടെയും ഇസ്രായേൽ മാധ്യമങ്ങളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം 2026 ജൂലൈ മാസമായിട്ടും ഈ നിർദ്ദിഷ്ട പ്രൊഡക്ഷൻ ലൈനിന്റെ വലിപ്പമോ ഒരു മാസം എത്ര മിസൈലുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നതോ ഇസ്രായേലിലെ ഉൽപാദനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങളോ സംബന്ധിച്ച ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നീണ്ടു നിൽക്കുന്ന യുദ്ധം കാരണം ഇസ്രായേലിന്റെ കയ്യിൽ ഇപ്പോൾ മിസൈലുകളുടെ സ്റ്റോക്ക് വളരെ കുറവാണ്. സപ്ലൈ ചെയിൻ വലിയ പ്രതിസന്ധിയിലാണ്. ഇസ്രായേലിലെ ഫാക്ടറികൾക്ക് നേരെ വലിയ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പ്രൊഡക്ഷൻ ലൈന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് അത് വലിയൊരു ബാക്കപ്പ് ആകും. സാമ്പത്തികമായിട്ടും ജിയോ പൊളിറ്റിക്കലായിട്ടും ഇറാൻ ഇന്ത്യയുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നത് കൊണ്ട് ഇന്ത്യയിലുള്ള ഈ ഫാക്ടറിക്ക് ഇറാനിൽ നിന്നോ ഹിസ്ബുള്ളയിൽ നിന്നോ ഉള്ള ആക്രമണങ്ങളിൽ നിന്നും താരതമ്യേന മികച്ച സുരക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ ഇന്ത്യയിൽ നിർമ്മിക്കുമ്പോൾ ചെലവ് വളരെ കുറവായിരിക്കും. അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും എളുപ്പമാണ്. പ്രധാനമന്ത്രി മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുമായിട്ട് ഇത് കൃത്യമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അദാനി, സർക്കാർ കമ്പനിയായിട്ടുള്ള BDL, അസ്ട്ര റാഫേൽ കോംസിസ് എന്നീ കമ്പനികളുമായിട്ടാണ് റാഫേൽ ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നത്. റാഫേൽ ഇതിനകം തന്നെ അമേരിക്കയിൽ RTX കമ്പനിയുമായിട്ട് ചേർന്ന് സ്കൈ ഹണ്ടർ എന്ന പേരിൽ അയൺ ഡോം മിസൈലുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇസ്രായേലിലെ ഹൈടെക് കമ്പനികളിൽ 60% ഇപ്പോൾ തന്നെ അമേരിക്കയിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെന്നറ്റ് പറയുന്നത് ഇസ്രായേലിന് സ്വന്തമായിട്ട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഈ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കണം എന്നാണ് അദ്ദേഹവും പറയുന്നത്. കാരണം ഇസ്രായേലിന് ഒറ്റയ്ക്കും ഇത്രയും വലിയ യുദ്ധം താങ്ങാൻ കഴിയില്ല. ഇറാൻ, സിറിയ, ലബനാൻ എന്നീ 3 രാജ്യങ്ങളോട് ഒരേ സമയം യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് നെതന്യാഹുവിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആക്സിയോസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിലെ മന്ത്രി കാറ്റ്സ് പറയുന്നത് സിറിയയിലോ ലബനാനിലോ അല്ല, തങ്ങളുടെ കയ്യിലുള്ള അവസാനത്തെ ബുള്ളറ്റ് വരെ ഇറാനെതിരെ ഉപയോഗിക്കണം എന്നാണ്. കാരണം ഇറാന്റെ ഭരണം വീണു കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് ആയുധങ്ങളുടെ ആവശ്യമില്ല എന്നാണ് കാറ്റ്സിന്റെ വാദം. തങ്ങളുടെ കയ്യിലുള്ള മിസൈൽ സ്റ്റോക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നാണ് നെതന്യാഹു പറയുന്നത്. അമേരിക്കയുടെ 200 താഡ് മിസൈലുകൾക്ക് പകരമായിട്ട് ഇസ്രായേൽ 100 ആരോ മിസൈലുകൾ മാത്രമാണ് ഉപയോഗിച്ചത്. എന്നാൽ കാറ്റ്സിനെ സംബന്ധിച്ച് സ്റ്റോക്ക് തീരുന്നതിലല്ല, ഇറാനെ തകർക്കുന്നതിലാണ് കാര്യം. ഇന്ത്യയിൽ ഈ പുതിയൊരു പ്രൊഡക്ഷൻ ലൈൻ തുടങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രം മതി ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനെ എത്രത്തോളം ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. പുതിയ മിഡിൽ ഈസ്റ്റിലെ ഇറാന്റെ സ്വാധീനം എത്രത്തോളം വലുതാണ് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് പിന്നീട് കാണാം. താങ്ക്